ഹായ്, ഇന്ന് നമ്മൾ ജീവിതത്തിലെ അനിശ്ചിതത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ജീവിതം ഒരു യാത്രയാണ്. ചിലപ്പോൾ വഴി വ്യക്തമാണ്, ചിലപ്പോൾ മൂടൽ പഞ്ഞു പോലെ അവ്യക്തമാണ്. എന്നാൽ നമ്മൾ ഈ അനിശ്ചിതത്വത്തിന്റെ ഭയത്തിൽ തന്നെയാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അനിശ്ചിതത്വത്തിന്റെ ഭയമാണ്. ഇന്ന് നമുക്ക് ഈ ഭയത്തെ എങ്ങനെ സൗഹാർദ്ദത്വത്തോടെ നേരിടാമെന്ന് നോക്കാം. അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്ന് നോക്കാം. ജീവിതത്തിൽ അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയമുണ്ടാകുന്നു. അതിനെ മറികടക്കാൻ പ്രായോഗികവും ലളിതവുമായ 5 രീതികളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിശ്ചിതത്വം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് നമ്മളെ നിർവചിക്കുന്നൊന്നുമില്ല. അറിയാത്തതിനെ കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള ആശങ്കയാണ് അനിശ്ചിതത്വം. ജോലി നഷ്ടപ്പെടുമോ, അതുപോലെ ബന്ധങ്ങൾ നിലനിൽക്കുമോ, ആരോഗ്യം എങ്ങനെയായിരിക്കും തുടങ്ങിയ ചോദ്യത്തിൽ നമ്മൾ കുടുങ്ങി ഭയമുണ്ടാകുന്നു. ഗവേഷണങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ 85% പേർ ഭയക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാത്തതാണെന്നാണ്. ഭയം നമ്മിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് നോക്കാം. ശാരീരികമായി നമുക്ക് ഹൃദയമിടിപ്പുണ്ടാകുന്നു, വിയർക്കുന്നു, ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നു. മാനസികമായിട്ടാണെങ്കിൽ നമ്മൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാകും, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവാതിരിക്കുക. വൈകാരികമായി ദുഃഖം, ക്ഷോഭം, ഒറ്റപ്പെടൽ മുതലായവ ഉണ്ടാവും. ഉദാഹരണമായി ചില ആളുകളാണ് പാതിരാത്രിക്കൊക്കെ എണീറ്റിരുന്നിട്ട് എന്തോ അപകടം വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഞങ്ങൾ. കാരണം എന്താ വെച്ചാൽ അവര് ഈ അനിശ്ചിതത്വത്തിന്റെ ഭയത്തിൽ എന്താ ഇനി സംഭവിക്കുക ഈ ലോകത്ത് എന്നുള്ള ഭയത്തിൽ ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടത്തിലൊക്കെ കുറെ പേർക്ക് ആ ഭയം ഉണ്ടായി. ഇതിനുള്ള പ്രായോഗിക പരിഹാരം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. പ്രസന്റ് ടെൻസിൽ ജീവിക്കാൻ. ഇപ്പൊ നമ്മൾ എന്താ നമുക്കിലൂടെ കടന്നു പോകുന്നത് അതിലങ്ങ് ജീവിക്കുക. രണ്ടാമതൊരു മാർഗം 5, 4, 3, 2, 1 ടെക്നിക്ക് ഉപയോഗിക്കുക. അനിശ്ചിതത്വം തോന്നുമ്പോൾ 5 വസ്തുക്കളെ കാണുക, 4 ശബ്ദം കേൾക്കുക, 3 വസ്തുക്കളെ സ്പർശിക്കുക, 2 സ്മെല്ല് അറിയുക, 1 രുചി അറിയുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ആ ശ്രദ്ധ ഇതിലേക്കൊക്കെ പോയിട്ട് നമ്മുടെ ആ ഭയം ഒന്ന് നീങ്ങാൻ സഹായിക്കും. അതോടൊപ്പം നമ്മൾ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നേടുക. ഇന്ന് ചെയ്യേണ്ട 3 കാര്യങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് ഓരോന്നും ചെയ്യുക. ഓരോന്നായി അവ പൂർത്തിയാക്കുക. ഭാവിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുക. സ്റ്റോയിക് ഫിലോസഫി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ ആകാത്തതിനെ കുറിച്ച് വിഷമിക്കരുത്, നിയന്ത്രിക്കാൻ പറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് സ്റ്റോയിക് ഫിലോസഫി. ഉദാഹരണമായി ജോലി നഷ്ടപ്പെട്ടാൽ നമ്മൾ ആലോചിക്കേണ്ടത് നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്നതിനേക്കാളും ഇനി അഥവാ നഷ്ടപ്പെട്ടാൽ ഇന്നത്തെ കാലത്ത് ജോലി കിട്ടാൻ എന്ത് സ്കില്ലാണ് പഠിക്കേണ്ടത് എങ്കിൽ അത് പഠിക്കാൻ നോക്കുകയാണ് വേണ്ടത്. ബന്ധം പൊട്ടിപ്പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ആലോചിക്കുന്നതിനേക്കാളും എങ്ങനെ ഞാൻ അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെ ഞാൻ അപ്പോഴും ശക്തനാവും എന്നുള്ളത് ചിന്തിക്കും. അതായത് എല്ലാറ്റിനും ഒരു ബാക്കപ്പ് പ്ലാൻ നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം എന്നർത്ഥം. ഏറ്റവും മോശം സാഹചര്യത്തിന് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സംഗതി നടക്കുമ്പോൾ നമ്മൾക്കൊരു പ്രയാസമുള്ളൊരു സന്ദർഭം നമ്മൾ കേട്ടാൽ ഏറ്റവും മോശമായിട്ട് അത് എങ്ങനെ സംഭവിക്കുന്നത് എങ്കിൽ അങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ചിട്ട് അതിനുള്ള പരിഹാരം എന്താണെന്നുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുകയാണ് വേണ്ടത്. പിന്നെ ചില ആൾക്കാരുണ്ട് എവിടെയെങ്കിലും യുദ്ധം പുറപ്പെടുമ്പോഴേക്കും യുദ്ധം ഉണ്ടായ എന്താണ് സംഭവിക്കുക എന്നൊക്കെ ആലോചിച്ചിട്ട് വിഷമിക്കുന്നവർ. അങ്ങനത്തെ ആളുകൾ കുറച്ച് ഫണ്ടൊക്കെ സേവ് ചെയ്ത് വെക്കുക, ബന്ധുക്കളുമായുള്ള കണക്ഷൻ നിലനിർത്തുക. ഒരു പ്ലാൻ ഉണ്ട്, നമുക്കൊരു പ്ലാൻ ഉണ്ട് എന്ന് നമുക്ക് തന്നെ ബോധ്യമാകുമ്പോൾ നമ്മുടെ പേടിയൊക്കെ കുറയും. അനിശ്ചിതത്വം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാതാവില്ല. പക്ഷെ അതിനെ നോക്കുന്ന നമ്മുടെ നോട്ടം നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ലോകം തന്നെ ഒരു അനിശ്ചിതത്വമുള്ള സ്ഥലമാണ്, അല്ലേ? കാര്യങ്ങളെല്ലാം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അടുത്തത് എന്താവും എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. ശരിയായ സമീപനത്തിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളെ എളുപ്പമാക്കാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനിശ്ചിതത്വത്തിലും സുഖപ്രദമായിരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഭാവിയിൽ എന്ത് വന്നാലും സ്വീകരിക്കാൻ തയ്യാറാവുക. കാര്യങ്ങൾ പ്രയാസമാകുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട 6 സ്ട്രാറ്റജികളാണ് ഞാനിവിടെ പറയുന്നത്. 1, ഭയത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്.
ഭയം എന്നത് അനിശ്ചിതത്വത്തിന്റെ സ്വാഭാവിക പ്രതികരണമാണ്. ഭാവിയെക്കുറിച്ച് പ്രയാസപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയായാൽ എന്താവും എന്ന് ചിന്തിക്കുന്നതിന് പകരം അങ്ങനെയായാൽ എനിക്ക് എന്ത് ചെയ്യാനാവും എന്ന് ചിന്തിച്ചൂടെ? രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ഫോക്കസ്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് വരും. മൂന്നാമതായിട്ട് മിറ്റിഗേറ്റ് റിസ്ക്, അതായത് റിസ്ക് കുറക്കുക. സാധ്യതകളെ കുറിച്ച് പ്ലാൻ ചെയ്യുക. എൻഡ് റിസൾട്ട് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിലും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നാലാമതായി ചെയ്യാൻ പറ്റുന്നത് എന്ത് സാഹചര്യം വന്നാലും ചുറുചുറുക്കോടെയും അലർട്ടായിട്ടും ഇരിക്കുക എന്നുള്ളതാണ്. എന്ത് മാറ്റം വന്നാലും അതിനെ സ്വീകരിക്കാൻ നമ്മൾ സജ്ജരാകുക. എളുപ്പത്തിൽ പ്രതികരിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക. അത് നിങ്ങളെ കൂടുതൽ മൂല്യമുള്ളതാക്കുന്നതോടൊപ്പം നല്ല ജോലി ലഭിക്കാനും നിങ്ങൾക്ക് സഹായകമാകും. ഉണർന്നിരിക്കുക, മാറ്റങ്ങൾക്ക് മുകളിൽ നിൽക്കുക. നിങ്ങൾ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനാവും. അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ തന്നെ സംരക്ഷിക്കുക. അനിശ്ചിതത്വം തോന്നിയാൽ നിങ്ങളിൽ ഉത്കണ്ഠ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും, സ്റ്റക്കായിട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ചെയ്യേണ്ടത് എക്സസൈസ്, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് എന്നിവ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് ഉത്കണ്ഠ കുറക്കാം. അതുപോലെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ആളുകളുമായി നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ പ്രോബ്ലം പകുതിയായി കുറയുന്നതാണല്ലോ പറയാറ്. പിന്നെ പലപ്പോഴും നമുക്ക് ഈ പ്രയാസം ഉണ്ടാവുന്നത് നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും, പക്ഷെ സംഭവിക്കുന്നത് എക്സ്പെക്റ്റ് ചെയ്ത് അത്രയും ഉണ്ടാവില്ല. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം കാരണം നമുക്ക് അസന്തുഷ്ടിയും സ്ട്രെസ്സൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഒന്ന് കുറക്കാനാണ് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ നിങ്ങളെ തന്നെ സജ്ജമാക്കുക. എന്തും നേരിടാനും നമ്മളെ തന്നെ സജ്ജമാക്കുക. നിങ്ങൾക്ക് ഇതിനു മുമ്പും ഇതുപോലെ ഭയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഓരോ പ്രശ്നവും നിങ്ങളെ ശക്തനാക്കുന്ന ഒരു പാഠമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ഭയത്തിന് നമുക്കൊരു ഭയം വന്നാൽ അതിനൊരു പേരിടുക. അതിനെ തളർത്തരുത്. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യം കൃത്യമായിട്ട് എഴുതി വെക്കുക. ഉദാഹരണമായിട്ട്, ജോലി ഉപേക്ഷിച്ചാൽ എനിക്ക് എൻ്റെ കുടുംബത്തെ പോറ്റാൻ കഴിയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ ഭയം അതാണെങ്കിൽ അത് എഴുതി വെക്കുക. നിങ്ങൾക്ക് കഴിയുന്നത് നിയന്ത്രിക്കുക, കഴിയാത്തതൊക്കെ ഒഴിവാക്കുക. 2 ലിസ്റ്റ് ഉണ്ടാക്കുക. നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. ഫലത്തെക്കുറിച്ച് ഉത്കണ്ഠത ഉണ്ടാവാതിരിക്കുക. പരിശ്രമിക്കുക, നമ്മുടെ മനോഭാവം പോസിറ്റീവ് ആക്കുക, സ്ഥിരത ഉണ്ടായിരിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതൊക്കെ ചെയ്യുക. ഇതുപോലെ ജീവിതത്തിൽ ഇനി എന്താവും എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.